എന്ത് സംഗതിയാണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനം വേഗം ഒഴിഞ്ഞു കൊടുക്കുക നല്ലത്. ഇപ്പം ഇന്ന് ധവളപത്രം വായിച്ചു, 5.7 ലക്ഷം കോടി രൂപ കേരളത്തിൻ്റെ കടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പായ്യേര കണക്കൊക്കെ ഇപ്പോൾ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിക്കുക. സത്യത്തിൽ ഇതൊരു ജാമ്യം. ഞാനത് ആ വാർത്തയ്ക്ക് ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ മുഖ്യമന്ത്രിയാണ് കൂട്ടിക്കോളി, ഞാൻ ഇങ്ങനെ വന്നിട്ട് നിങ്ങളോട് പറയാണ്, ഇതങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, 10 പൈസ ഖജനാവിലില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഇതൊക്കെയാണ് കടത്തരയാണ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഞാൻ ഇങ്ങനെ ഒരു പായ്യേര കണക്കേറ്റ് ഇങ്ങനെ വന്ന് നിങ്ങളെന്താ പറയുക, എന്നാ കാക്കാൻ്റെ ആ കസാലിൽ നിന്ന് പതുക്കെ അങ്ങോട്ട് ഇറങ്ങിക്കാണി, എന്നാ വികാതെ അങ്ങോട്ട് വെച്ചുത്തല്ല കേട്ടോ, മുട്ടുംകാല് കുത്തല്ലേ, ഇങ്ങോട്ട് ഇറങ്ങിക്കാണി എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഇങ്ങോട്ട് ഇന്ന് മാറാൻ പറയും അല്ലേ എന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു ഫീലാണ് ശരിക്കും കാക്കാൻ്റെ കുട്ടി അതിന് പതുക്കട് മാറിക്കൊടുക്കി. സത്യത്തിൽ ഈ ധവളപത്രം ജനങ്ങളുടെ മുമ്പിലേക്ക് നിയമസഭയിലൂടെ വാർത്തകളിലൂടെ ഒക്കെ വന്നതോടുകൂടി എല്ലാ ആൾക്കാരും ആലോചിച്ച് പോയത് ഇനിയിപ്പോൾ എന്താണ്. ഇപ്പോൾ കുറേ ആൾക്കാർ, ഇത് അന്തം വിട്ട ആൾക്കാർ ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഒരുപാട് അപേക്ഷകളെ, ഒരുപാട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഒരുപാട് അപേക്ഷകൾ, ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കിട്ടേണ്ട ആളുകൾ ഫസ്റ്റ് ഗഡു കിട്ടി, അടുത്ത ഗഡുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, കിണർ, മറ്റുള്ള റിപ്പയറിങ് തുടങ്ങി സാധാരണക്കാരെ പ്രശ്നങ്ങൾ അപേക്ഷകളായിട്ട് ഇങ്ങനെ കിടക്കണം. രോഗികളായിട്ട് ഇൻഷുറൻസ് വകയിൽ കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികൾ കിടക്കുമ്പോൾ ഇതൊന്നും നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവായിട്ടൊക്കെ ഇതിന് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. അതാണ് ഒരു മുൻകൂർ ജാമ്യം പോലെ. ഇതൊന്നും നേരം വൈകിയാൽ ഇനി ഞങ്ങളോട് ചോദിക്കണ്ട, കാരണം ഖജനാവ് കാലിയാണെന്ന് മുന്നേ തന്നെ പറഞ്ഞു വെക്കണേ. ഒരു മുൻകൂർ ജാമ്യം എടുക്കലും മാതിരിയാണ് ഈ വാർത്ത കണ്ടപ്പോൾ, ഈ ധവളപത്രം വായിച്ച സംഗതി വികാസങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നിപ്പോയത്. അപ്പോൾ നോക്കൂ, UDF സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് ഏകദേശം 1 മാസം ആകാനായി. നാളേക്കൊക്കെ 1 മാസം ആവും തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം നമുക്കറിയാലോ, തള്ളിനൊരു കുറവില്ല. പത്രസമ്മേളനമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, വെറുതെ ഇങ്ങനെ നടക്കുന്നുണ്ട്, കാര്യപ്പെട്ട ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു പോകണമുണ്ട്, അത് വേറെ വിഷയം. മുനമ്പൊക്കെ ഇപ്പോൾ 1.5 മിനിറ്റ് കൊണ്ട് തീർക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഒരു മാസമായിട്ടും കഴിഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, പറഞ്ഞങ്ങൾ തെറി വിളിച്ചു അടക്കട്ടെ. ഇപ്പം നമുക്കറിയാം, നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാകുക എന്നല്ലാതെ, അതായത് പ്രൈവറ്റ് സെക്രട്ടറിനെ മറ്റേ രത്തൻ യു ഗേൽക്കറെ കൊണ്ടുവന്നതും, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലായിട്ട് റോയി മാത്യുവിനെ കൊണ്ടുവന്നൊക്കെ ചർച്ച ചെയ്തു. ഇപ്പോൾ ബിന്ദുകൃഷ്ണൻ അവിടെ വെള്ളാപ്പള്ളി ചർച്ച, അങ്ങനത്തെ ചർച്ചകൾ ഇങ്ങനെ നടക്കുക. ഇപ്പോൾ വേറെ കാര്യം, ബിന്ദുകൃഷ്ണൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ആ ശരത്ചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് കോൺഗ്രസ്സായിട്ട് യാതൊരു ബന്ധമില്ല, BJP-നായിട്ടാണ് ബന്ധം. ആരാ പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നിയമനം, സണ്ണി ജോസഫിൻ്റെ അളിയന് പ്രൈവറ്റ് സെക്രട്ടറി നിയമനം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നല്ലാതെ അതിൽ കോൺഗ്രസ്സുകാർക്കും വലിയ അമർഷങ്ങളും മറ്റുമൊക്കെ, വെള്ളാപ്പള്ളിനെ കണ്ടിൽ കോൺഗ്രസ്സുകാരനെ കയറി ശക്തമായ പ്രതിഷേധമൊക്കെ നടക്കുക. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ധവളപത്രം അവതരിപ്പിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ഇനി കജ്ജൂല എന്നുള്ള കോലത്തിലേക്ക് പറയാതെ പറയാം. ഇനിയിപ്പോൾ മാത്രമല്ല, ഞങ്ങൾ മണ്ടത്തരം കാട്ടൂല, നികുതി കുറച്ചിങ്ങാണ്ടുള്ളൊരു മണ്ടത്തരം നമ്മൾ കാട്ടൂല എന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞു. അപ്പം ഇനി നികുതിയിൽ ഇപ്പം നമുക്കറിയാലോ, വീട്ടു നികുതി കൂടി, അതേപോലെ തന്നെ വാഹന നികുതി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നികുതികൾ കൂടിയിട്ടുണ്ട്. അപ്പം ആ ഒരർത്ഥത്തിൽ അതിനൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വലിയ വർധനവുണ്ടായി. അപ്പോൾ കേരളത്തിൻ്റെ അത് കുറക്കുമെന്ന് പണ്ട് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച VD സതീശൻ അതിന് ഉദാഹരണം പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത്ര കോടി റുപ്യ ആ നികുതി എണ്ണത്തിൽ കുറച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ പറഞ്ഞ അതേ ആൾ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ നികുതി കുറക്കുന്ന മണ്ടത്തരം കാര്യങ്ങളൊന്നും ആരും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം നികുതി തൊട്ട് കുറക്കും വേണ്ട, കാരണം ഖജനാവിൽ 5.7 ലക്ഷം കോടി കടാണ്. ഇനിയിപ്പോൾ വന്ന അപേക്ഷകൾ കൃത്യമായി സമയബന്ധിതമായി തീർക്കേണ്ട ഒരവസ്ഥ അതുമില്ല. റോഡാകട്ടെ, തോടാകട്ടെ, പാലാകട്ടെ, വീടാകട്ടെ, കിണറാകട്ടെ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊരു മുൻകൂർ ജാമ്യം എടുത്ത് ഇങ്ങനെ പോവാണ്. കാലിയായ ഖജനാവിന് കാവൽ നിൽക്കേണ്ട ഒരവസ്ഥ നമ്മളെ മുഖ്യമന്ത്രിക്കുണ്ടോ? ശരിക്ക് രാജിവെച്ചിട്ട് ഇന്നെക്കൊണ്ട് ഇതിന് കജ്ജൂല എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരെ നോക്കിയിട്ട് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാലോ. മാത്രമല്ല, അതിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണ്, നമ്മളെ KSRTC ആണ് ഏറ്റവും കൂടുതൽ ബാധ്യതയിലേക്ക് പോയിക്കൊണ്ട്, ഓൽക്കപ്പോൾ ഫ്രീ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ നികത്തി മുന്നോട്ട് പോകും? അപ്പോൾ ഇതൊക്കെ പറയാതെ പറയുമ്പോൾ, ഇതൊക്കെ വായിച്ച്, ഇതൊക്കെ ഓരോ ദിവസവും നോക്കിക്കാണുന്ന ആൾക്കാരെ, ജനങ്ങളെ, പ്രബുദ്ധ കേരളത്തിൻ്റെ മുമ്പിലാണ് മുഖ്യമന്ത്രി താങ്കൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, നിങ്ങളുടെ സൈബർ പോരാളികളല്ലാത്ത നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി, ഏതായാലും എന്ത് സംഭവിച്ചാലും ഒരു കാര്യം ജനങ്ങൾ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ. ആനുകൂല്യമോട്ട് കിട്ടണമില്ല, നികുതി അങ്ങോട്ട് കൊടുക്കും വേണം. എന്നാ തുടങ്ങിക്കോളി, തുടങ്ങിക്കോളി.